കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രവും നിലവിലെ വർത്തമാനവുമാണ് പരിശോധിക്കുന്നത്. എന്തായിരുന്നു അവിടെ സംഭവിക്കുന്നത്, എന്ത് പ്രതീക്ഷയാണ് വിവിധ മുന്നണികൾ പങ്കുവയ്ക്കുന്നത് എന്നുള്ളത്. അതായത് സ്ഥിരമായി അങ്ങനെ ആരെയും പുൽകുന്നൊരു സ്വഭാവമില്ല എന്ന് കണ്ണൂർ മണ്ഡലം പരിശോധിച്ചാൽ നിലവിൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഇരു ക്യാമ്പുകളും വീണ്ടും ആവർത്തിച്ച പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നത്. നോക്കാം LDF UDF ക്യാമ്പുകൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് സതീശൻ പാച്ചേനിയും ഒപ്പം MV ജയരാജനും പ്രതികരിക്കും. രാജ്യത്തിൻ്റെ ദേശീയ പാരമ്പര്യം നിലനിർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJPയേക്കാൾ വലിയ കക്ഷിയായി രാജ്യം ഭരിക്കാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ കണ്ണൂരിൽ ശ്രീ കെ സുധാകരൻ വിജയിച്ചേ മതിയാവും. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹിതപരിശോധന കൂടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളർന്നു വരുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ 41 51 വെട്ടി നുറുക്കി ഒരു ഭീകരമായിട്ടുള്ളൊരവസ്ഥ ഈ ജില്ലയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി പ്രതിസ്ഥാനത്ത് CPM ആണ്. കണ്ണൂർ LDF ജയിക്കുമെന്ന് ഞങ്ങൾ പറയുന്നതിന് കാരണം 1 രാഷ്ട്രീയമാണ്, 2 വികസനമാണ്, 3 കണ്ണൂർ മണ്ഡലത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ്. പൊതുവിലെടുത്ത് പരിശോധിച്ചാൽ BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം, ഇനി അവർ അധികാരത്തിൽ വന്നുകൂടാ എന്നത് ഒരു പൊതുവികാരമാണ്. പകരം ആര് എന്നത് ജനങ്ങൾ ഇതിനകം ആലോചിച്ചുറപ്പിച്ചിട്ടുമുണ്ട്. പൊതുവെ മണ്ഡലത്തിൽ എവിടെയും പോയാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് അനുകൂലമായ ഒരു പൊതു തരംഗം കാണാൻ കഴിയും. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം വയനാടിൻ്റെ തൊട്ടടുത്ത മണ്ഡലം ആയതുകൊണ്ട് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായേക്കും, കോൺഗ്രസിന് അനുകൂലമായി മാറിയേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഒരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെ ഒരു കാറ്റും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരിടത്തും കാണാനില്ല. BJP തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുകയാണ്. ഈ നിലപാടിന്റെ ഫലമായി ഇതാണ് ഇരു ക്യാമ്പുകളും പങ്കുവയ്ക്കുന്ന ഒരു പ്രതീക്ഷ. കാരണം വികസന തുടർച്ചയുണ്ടാകുമെന്നാണ് LDF പറയുന്നത്. എന്നാൽ വികസന മുരടിച്ചാണ് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല എന്ന് UDF അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്, ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ കെ സുധാകരനെ നിർബന്ധിച്ചാണ് പാർലമെന്റിലേക്ക് അയക്കാൻ ശ്രമിച്ചത് എങ്കിൽ അദ്ദേഹം പരാജയപ്പെട്ടു എങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയമായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം. ഇത്തവണ സ്വയം സന്നദ്ധനായി വർദ്ധിത വീര്യത്തോടെ ആവേശത്തോടെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയത് എന്നുള്ളതാണ്. അതായത് മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിക്കുക എന്നുള്ളത്. മറുഭാഗത്ത് LDF ക്യാമ്പിനെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തുക തന്നെയാണ് വലിയ ലക്ഷ്യം എന്നതും അത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത്. ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ മുന്നണികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് അവിടെ നിന്ന് കാണാം. സുനിൽ ഐസക് ഒരു സമഗ്രമായ വിവരങ്ങൾ നൽകും. സുനിൽ, എന്താണ് കണ്ണൂരിന്റെ ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോഴുള്ള സാഹചര്യം? അരുൺ, സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ. LDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ UDFന്റെ കയ്യിൽ നിന്ന് തിരികെ പിടിച്ച കണ്ണൂർ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള അതിശക്തമായ താഴെത്തട്ടിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് LDF ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും അതുപോലെ മുഖ്യമന്ത്രിയുടെയും ജില്ല കൂടിയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ കണ്ണൂർ നിലനിർത്തുക എന്നുള്ളത് CPMനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയമായി അഭിമാന പ്രശ്നം കൂടിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് MP എന്ന നിലയ്ക്ക് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും മറ്റും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ശ്രീമതി ടീച്ചറുടെ പ്രചാരണവും. ഇപ്പുറത്ത് UDFന്റെ സ്ഥാനാർത്ഥി കെ സുധാകരൻ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 2014 കെ സുധാകരനും ശ്രീമതിയും തമ്മിൽ തന്നെയായിരുന്നു മത്സരം. കഴിഞ്ഞ തവണ വളരെ നേരിയ വോട്ടുകൾക്ക്, അതായത് കപ്പിനും ചൂണ്ടിനും ഇടയ്ക്ക് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലാണ് കെ സുധാകരന് കണ്ണൂർ മണ്ഡലം നഷ്ടപ്പെടുന്നത്. 6566 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ കെ സുധാകരൻ പരാജയപ്പെടുമ്പോൾ കെ സുധാകരൻ്റെ അപരന്മാർ മാത്രം ഏതാണ്ട് 6800ഓളം വോട്ടുകൾ പിടിച്ചിരുന്നു. ഒപ്പം പ്രതികൂലമായ നിരവധി സാഹചര്യങ്ങൾ ആ സമയത്ത് സുധാകരനെതിരായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം ന്യൂനപക്ഷം സുധാകരനുമായി ഒരു അകൽച്ച പാലിച്ചിരുന്നു. ഒപ്പം കോൺഗ്രസിനുള്ളിലെ മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പലയിടത്തും രാഷ്ട്രീയമായി ചില ചേരിതിരിവുകളും മറ്റും ഉണ്ടായിരുന്നു, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഓവർകം ചെയ്യാൻ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ LDFും UDFും തമ്മിലാണ് നേരിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കണ്ണൂരിൽ നടക്കുന്നത്, കാണേണ്ടത്.
സുനിൽ ഐസക്കാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് നിലവിൽ നൽകിയത്. ഫൈനൽ ലാപ്പിലേക്ക് കണ്ണൂർ എത്തി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന്. 2016 അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്, ആർക്കൊപ്പമാണ് നിന്നത് എന്നതിന്റെ കണക്ക് കൂടി നമുക്ക് കാണാം ഈ ഘട്ടത്തിൽ. നോക്കാമത്. നോക്കൂ, 2016 നിയമസഭാ ഫലം ആണ് ഈ കാണുന്നത്. ഇരിക്കൂർ മണ്ഡലം UDF-നൊപ്പമാണ് നിന്നത്. 22,155 വോട്ടാണ് 2014. 2016 താരതമ്യമാണ് നമ്മൾ കാണുന്നത്. ഇരിക്കൂറിൽ 9,647 വോട്ടാണ് 2016. അത് UDF-നെ സംബന്ധിച്ച് ക്രമാനുഗതമായി കുറഞ്ഞു എന്നത് വേണം മനസ്സിലാക്കാൻ. അരീക്കോട് UDF-നാണ് 2014. അത് 5,010 എന്നുള്ളത് 2,287 എന്ന വലിയ സംഖ്യയായി കുറഞ്ഞു എന്നതും കാണാം. കണ്ണൂരിൽ 2014 UDF ആയിരുന്നു 8,057 വോട്ട്. എന്നാൽ 2016 LDF അത് തിരിച്ചുപിടിച്ചു. 1,196 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. പേരാവൂരിലേക്ക് പോയാൽ 2016 UDF 8,209 വോട്ടാണ്. അത് മണ്ഡലം തിരിച്ചുപിടിച്ചത് 2016 7,989 വോട്ട് എന്ന ഭൂരിപക്ഷത്തിലാണ് LDF അവിടെ വിജയിച്ചത്. ഇനിയുള്ള ശേഷിക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ തളിപ്പറമ്പ്, ധർമ്മടം, മട്ടന്നൂർ ഇവ ചുവന്ന മണ്ണാണ് അക്ഷരാർത്ഥത്തിൽ എന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെ ഒരു റിസൾട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ 2014 14,129 വോട്ടാണ് നേടിയത് എങ്കിൽ 2016 അത് 40,617 എന്ന വലിയ മാർജിനിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് പോവുകയാണ്. ധർമ്മടം മണ്ഡലത്തിൽ 2014 14,961 വോട്ടാണ് നേടിയിട്ടുള്ളത് എങ്കിൽ 2016 മുഖ്യമന്ത്രിയെ വിജയിപ്പിച്ചത് ഈ മണ്ഡലത്തിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. 36,905 വോട്ട് എന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് ലീഡിലേക്ക് എത്തി നിൽക്കുന്നു. മട്ടന്നൂരിനെ സംബന്ധിച്ച് 2014 20,733 വോട്ടുകൾ. അത് 2016 43,381 വോട്ട്. ഈ 3 മണ്ഡലങ്ങൾ നോക്കൂ, ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇരട്ടിയിലധികം വോട്ടാണ് ഈ 3 മണ്ഡലങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാം. ബാക്കി ശേഷിക്കുന്ന 3 മണ്ഡലങ്ങൾ മാത്രമാണ് പേരാവൂർ, ഒപ്പം KM ഷാജി, അരീക്കോട്, ഇരിക്കൂർ അടക്കമുള്ള പ്രദേശങ്ങൾ. UDF ഈ പ്രദേശങ്ങളിലാണ് ജയിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇനി നമുക്ക് ഒരു രാഷ്ട്രീയ അവലോകനം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്ന് തോന്നുന്നു. മാധ്യമപ്രവർത്തകനായ AK ഹാരിസ്, അദ്ദേഹം ഈ മണ്ഡലത്തിന്റെ സ്പന്ദനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയിലാണ് പ്രതികരിക്കുന്നത്. എന്താണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേണുകൾ നിർണായകമാകുന്നത്, ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന്? കണ്ണൂരിൽ കഴിഞ്ഞ തവണയുള്ള സ്ഥാനാർത്ഥികൾ തന്നെ നേർക്കുനേർ വരികയാണ്. മത്സരം നല്ല തോതിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിലൊരു കഴിഞ്ഞ ദിവസം നിന്നുള്ള വ്യത്യാസം പറയാൻ നമുക്ക് തോന്നുന്നത് ഒരു അഡ്വാൻറ്റേജ് കെ സുധാകരനും UDF-നും ഉണ്ടെന്ന് തോന്നുന്നു. അത് കാരണം സ്റ്റേറ്റിൽ മൊത്തം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു മുഖം അങ്ങനെയാണ്. UDF-ന് അനുകൂലമാണ്. കാരണം ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു വോട്ട് കോൺഗ്രസ്സിനാണ്. കേന്ദ്രത്തിൽ ഒരു സീറ്റ് കോൺഗ്രസ്സിന് കൂടണം എന്നുള്ളതാണ് മോഡി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പ്രധാനമായ ഒരു സംഗതി, നടക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നടന്ന 2 കൊലപാതകം, ആ ഇരട്ട കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിലെ ഷുഹൈബിൻ്റെ വധം കൂടി ഒന്നുകൂടി ഇവിടെ വന്നു. അത് തീർച്ചയായും ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള ഒരു സംഗതിയാണ്. നമുക്കറിയാം സുധാകരൻ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് മാറിയിട്ടാണ് ഉദുമയിൽ പോയി മത്സരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം പക്ഷേ അവിടെ തോറ്റപ്പോൾ സത്യത്തിൽ അദ്ദേഹം ചിത്രത്തിൽ നിന്ന് ഏറെക്കുറെ ഔട്ടായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഷുഹൈബ് വധം. അതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയൊരു നിരാഹാര സമരം 9 ദിവസം. അതൊക്കെ തുടർന്ന് സുധാകരൻ വീണ്ടും കണ്ണൂരിൽ അനിഷേധ്യനായ ഒരു നേതാവായി മാറി. ആ ഒരു ബലത്തിലാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. തീർച്ചയായും അതിൻ്റെ ഒരു അനുകൂല ഘടകം കൂടി ഉണ്ടാവും. CPM-ൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സിമി ടീച്ചർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിബന്ധവും ഒരു ജനകീയ MP എന്നുള്ളതാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ആകെ ഒരു ചരിത്രവും വർത്തമാനവും നിലവിൽ ഇവിടുത്തെ രാഷ്ട്രീയ അടിയൊഴുക്കുകളും ഇങ്ങനെയാണ് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇലക്ഷൻ തിയേറ്ററിൽ നാളെ മറ്റ് 2 മണ്ഡലങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.